അലൈക്കും. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാം. മനുഷ്യനുള്ള കാലത്തോളം കഥകളുമുണ്ട്. കുഞ്ഞുങ്ങളായിരിക്കും തന്നെ ഉമ്മമാരിൽ നിന്നോ കഥകൾ കേട്ടും ഉണ്ടും ഉറങ്ങിയും വളരുന്ന ബാല്യം. അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ കഥകൾക്കും ഒരു ഗുണപാഠമുണ്ട്. ബദർ, ഇതിഹാസങ്ങളുടെ രണഭൂമി. ആയുധങ്ങളുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഡിസൈനുകളും തയ്യാറായി കഴിഞ്ഞു. ഡിസൈനും എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് മുസ്ലിം സൈന്യവും മറുവശത്ത് ശത്രു സൈന്യവും. മുസ്ലിം സൈന്യത്തിന് നേതാവാരാ? അഷ്റഫുൽ ഹലഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി എന്ത് ചെയ്തെന്നോ? എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി അണികളുടെ സഫ് ശരിയാക്കി. അപ്പോൾ അണികളുടെ സഫ് ശരിയാക്കുന്ന സമയമായിരുന്നു അത്. എല്ലാവരും സഫ് ശരിയായിരുന്നു. പക്ഷെ ഒരാൾ മാത്രം സഫ് തെറ്റിച്ചു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി, ആരാണത്? അപ്പോൾ കണ്ടതോ നമ്മുടെ സഹോദരൻ. നബി എന്ത് ചെയ്തെന്നോ? വടിയെടുത്ത് സഹോദരൻ ഒറ്റത്തട്ട് എന്റെ സഫ് ശരിയാങ്ങ് നിൽക്കാൻ കളിപ്പിച്ചു. സഹോദരൻ കൽപ്പം വേദനിച്ചു. സഹോദരൻ സങ്കടത്തോടെ നബിയോട് പറഞ്ഞു, നബി, അങ്ങ് എന്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എന്റെ ഉദരം വല്ലാതെ വേദനിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പൊരുത്തപ്പെട്ട് തന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പ്രതികാരം ചെയ്യണം. എന്ത്? നബിയോട് പ്രതികാരം ചെയ്യാനോ? സ്വഹാബികൾ ഉൾക്കൊണ്ടാറായി. അപ്പോൾ നമ്മുടെ ശാന്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വടിയെടുത്ത് സഹോദരന്റെ ഉദരത്തിൽ വെച്ച് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സഹോദരന്റെ പരാതി, നബി, അങ്ങ് എന്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എന്റെ ഉദരത്തിൽ വസ്ത്രമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പൊരുത്തപ്പെട്ട് തന്നെങ്കിൽ അങ്ങയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കണം. എന്ത്? നബിയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കാനോ? സ്വഹാബികളുടെ മുഖം ചുവന്നു തൊടുത്തു. കൂട്ടത്തിൽ കേമനായ ഉമർ ബിൻ റളിയല്ലാഹുവിന്റെ കൈകൾ വാലിലേക്ക് കുതിച്ചു. അപ്പോൾ നമ്മുടെ ശാന്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കി. അപ്പോൾ സഹോദരൻ റളിയല്ലാഹു സ്വയം പറഞ്ഞു, നാദാ, ഞാൻ എന്തൊരു പാപിയാണ്, നബിയോട് പ്രതികാരം ചെയ്യാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ നബിയെ കെട്ടിപ്പിടിച്ച ചുമനത്തോടെ ചുമരും. ഇതപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണിത് സവാദ്, എന്താണ് കാണിക്കുന്നത്? അപ്പോൾ സഹോദരൻ റളിയല്ലാഹു പറഞ്ഞു, നബി, അങ്ങേ ചുംബിക്കാനോ മറ്റെന്തെങ്കിലും ഉപകാരം ചെയ്യാനോ എനിക്ക് അവസരം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അങ്ങ് എന്നോട് പൊറുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി സഹോദരൻ റളിയല്ലാഹു പ്രാർത്ഥിച്ചു. ഇത് കണ്ടപ്പോൾ സ്വഹാബികൾ ശാന്തരായി. നോക്കൂ കൂട്ടുകാരെ, സ്വഹാബികൾ എത്രമാത്രം നബിയെ സ്നേഹിക്കുന്നു. അതേപോലെ നമുക്ക് നമ്മളെ മുത്തുനബിയെ സ്നേഹിക്കാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.